അച്ചായൻ അറിയാലോ? ഓ അറിയാം, അകത്ത് കയറിയിരിക്കാം. വേണ്ട, സൽക്കാരത്തിനൊന്നും അച്ചായന് സമയമില്ല. അപ്പുക്കുട്ടൻ നായരുടെ മകൻ വിശ്വനാഥൻ. വിശ്വനാഥൻ. അവൻ എന്നെ പറ്റി ഏതാണ്ട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് കേട്ടു. ആരാണ്ട് ചത്തെന്നോ കൊന്നെന്നോ. തെറ്റിദ്ധാരണയല്ല, ഞാൻ കണ്ടതാ. വന്നല്ലോ. അച്ചായൻ അകത്തു പോകാനും പുറത്തിറങ്ങാനും അധികം സമയമൊന്നും വേണ്ടെന്ന് മോന് മനസ്സിലായല്ലോ. ഏതായാലും ചാകാനുള്ളവൻ ചത്തു. നമ്മൾ തമ്മിൽ എന്തിനാ കുഞ്ഞെ ഒരു പിണക്കം? ചത്തതല്ലോ, കൊന്നതല്ലേ എന്ന് തന്നെ വെച്ചോ. ദേ, ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ അച്ചായൻ അറിയാം. വേണ്ട പോലെ സഹായിക്കുകയും ചെയ്യാം. എല്ലാം മറന്നു കാണാം. അതിനെന്താ, മറക്കാമല്ലോ. അച്ചായോ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ കുറച്ചുകൂടി ഒരു ഒളിവും മറവും ഒക്കെ വേണ്ടേ? കറക്റ്റ്. കേട്ട് പഠിക്കണം. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. അച്ചായനൊരു കാര്യം ചെയ്യും. അച്ചായന്റെ ഇവിടുത്തെ ബംഗ്ലാവും മാരുതി വാനും അട്ടപ്പാടിയിലെ വ്യാജവാറ്റ് കേന്ദ്രവും സർക്കാർ വനത്തിലെ കഞ്ചാവ് കൃഷിയും തിരുവനന്തപുരത്തെ മറ്റേ ഹോട്ടലില്ലേ അതും കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ എസ്റ്റേറ്റും എന്റെ പേരിൽ എഴുതി വെച്ചാരെ. അത് മതിയോ? മതിയായിരുന്നു, പക്ഷെ സംഭവം ഞാൻ കണ്ടുപോയല്ലോ. സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ പട്ടിയെ പോലെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നതിന് തന്നെ ഞാൻ ഇരുമ്പഴി എണ്ണിക്കും. മോൻ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാടാ, ഇവിടെ ഉണ്ടല്ലോടാ ആ മണം. ഏത് മണം? ശവം കരിയുന്ന മണം. മോനെ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളുടെ ശത്രുത വരുത്തി വെക്കണോ? നീയൊന്നും ഉണ്ടായിരിക്കണ്ടോ? നീ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോൻ തന്നെയാടാ. എന്തിനു വിച്ചോട്ടാ ഈ വയ്യാവേലിക്ക് പോണേ? വയ്യാവേലിയൊന്നും അല്ല മിനിക്കുട്ടി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ചായൻ ശിക്ഷിക്കപ്പെടണം. ഓരോന്ന് ആലോചിക്കുമ്പോ മനസ്സിൽ തീയ. അമ്മക്കുട്ടിക്ക് വരുന്ന ആലോചനകളെല്ലാം ചൊവ്വാദോഷം കാരണം മാറി മാറി പോവുക. എല്ലാം ശരിയാവും വിച്ചോട്ടാ. ദേ, വിച്ചോട്ടനിപ്പൊ നാട്ടുകാരുടെ മുമ്പ് ശരിക്കും ഒരു ഹീറോ ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ കയ്യും കെട്ടി നിന്നാലും വലിയ നേതാവാകാം. ഒന്നും ആവണ്ട മിനിക്കുട്ടി. ആളാവാനും അംഗീകാരം കിട്ടാനും വേണ്ടി ഞാൻ പണ്ട് പല കോമാളിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നതല്ല ആത്മാർത്ഥമായിട്ടാ. എന്തോ മനസ്സിനൊരു സുഖം. അച്ചായൻ ക്ഷമിക്കണം. അതാണ്. വടി ഒടിയുകയും ചെയ്തു, പാമ്പ് ചത്തുമില്ല. മിടുക്ക്. എടാ, അച്ചായന് ഇഷ്ടക്കേട് തോന്നിയാൽ പിടിച്ചോണ്ട് വന്ന് മുമ്പിലിട്ട് തരണം. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നോണ്ട് വരണം. കൊന്നോണ്ട് വരാൻ പറഞ്ഞാൽ അവന്റെ ശവം പോലും പുറത്ത് കാണരുത്. ഇവന്മാരെ കൊണ്ടൊന്നും ഒരു വകയ്ക്ക് കൊള്ളില്ലെന്ന് അപ്പച്ചൻ ഒരു വാക്ക് പറ. 24 മണിക്കൂറിനകം അവന്റെ ശവം ഞാൻ എടുപ്പിക്കും. അമ്പടാ, വന്നല്ലോ, ശവോടുപ്പുകാരൻ വന്നല്ലോ. വാ വാ. എടാ, എന്റെ മോനെന്നുള്ള ലേബൽ ഉണ്ടെന്നല്ലാതെ കാശിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ഏതായാലും നാറാനുള്ളത് നാറി. ഇനി എന്താ വേണ്ടതെന്ന് അച്ചായൻ തന്നെ തീരുമാനിച്ചോളാം. മോനൊരു കാര്യം ചെയ്യും. എന്താ? ഒരാറെണ്ണം വീശിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങ. വയ്ക്കോ വയ്ക്കോ. അയ്യോ. വ്യക്തമായ തെളിവുകളില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തി. ആ സംഭവത്തിന് ദൃസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനെ ലോറി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇതിലും വ്യക്തമായിട്ട് എന്ത് തെളിവാണ് സാർ വേണ്ടത്? നിങ്ങളിങ്ങനെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. ഡിപ്പാർട്ട്മെന്റിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, മാസ്റ്റർ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ആരും വെറുതെ ഇരുന്നു വരില്ല. അദ്ദേഹത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുത്തേ പറ്റൂ. ഇപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോകണം. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം.
ഇതാരാണ് വിശ്വനാഥൻ? ചാക്കോ. സർ. ആ ഇതെന്താണ്? ഓറഞ്ച്. ഓറഞ്ചിന്റെ രൂപത്തിലും ഇപ്പോൾ ബോംബുകൾ മാർക്കറ്റിൽ സുലഭമാണ്. എന്റെ അമ്മോ, എന്ത് മണ്ടത്തിലാണോ താൻ കാണിച്ചത്? എടോ, ഇത് പൊട്ടിയാലോ? സാർ അത് പൊട്ടിയില്ലല്ലോ സാർ. അതിൽ നിന്നത് ബോംബ് അല്ലാന്ന് മനസ്സിലായില്ലേ? വീട്ടുക്കൺ. ഒന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞാൻ കെ ശ്രീധരൻ നായർ. ഞാൻ കെ പി ചാക്കോ, കൊപ്രാപുരക്കൽ ചാക്കോ. എന്താ പ്രശ്നം? ഞങ്ങൾ വിശ്വനാഥന് പ്രൊട്ടക്ഷൻ വന്ന പോലീസുകാരാണ്. Yes. ചാക്കോ, വെരി കെയർഫുൾ. Yes, sir. കെയർഫുൾ. Yes, sir. Beautiful place is this, sir. സൂക്ഷിച്ചു വരണം, അടിയിൽ വാട്ടറാണ്. Okay. ആ വന്നല്ലോ. കാരണം വലിയ ഓട്ടം വേണ്ട. വിശ്വനാഥാ. നിക്ക് 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 നിക്ക്. എന്താ എല്ലാവരും കൂടെ ഇവിടെ ചുറ്റി കളിക്കുന്നത്? പിരിഞ്ഞു പോണം, എല്ലാവരും പിരിഞ്ഞു പോണം. അയ്യോ, ഇതെന്റെ കൂട്ടുകാരാ. അപ്പൊ ഇതോ? ഇത് വീട്ടുകാര്. കൂട്ടുകാരേത്, വീട്ടുകാരേത്, ശത്രുവേത്, മിത്രമേതെന്ന് വേർതിരിച്ചറിയേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. താൻ അതിൽ ഇടപെടണ്ട. എന്താ എല്ലാവരും കൂടി പാമ്പിനെ തവള വിഴുങ്ങിയത് പോലെ നിൽക്കുന്നത്? അവളെ പാമ്പ് വിഴിഞ്ഞ പോലെ. ആ അതെ, തവളയെ പാമ്പ് വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്. എന്താ നിങ്ങളെ ഉദ്ദേശമല്ല, മൊത്തത്തിൽ എല്ലാവരും വിഴുങ്ങിയ പോലെ നിൽക്കുന്നു, അതുകൊണ്ട് ചോദിച്ചാ. എല്ലാവരും മാറിക്ക്, മാറിക്ക്. സാറ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിരൂക്ഷമായിരിക്കും. ലാത്തി ചാർജിലും ടിയർ ഗ്യാസിലും തുടർന്ന് വെടിവയ്പ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. സാർ, ഇവരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആരും കുഴപ്പക്കാരല്ല. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവരവിടെ നിന്നോട്ടെ, പക്ഷെ അടുത്ത് വരരുത്. 10 അടി ദൂരത്ത് നിന്ന് കണ്ടു തിരിച്ചു പോയിക്കൊള്ളണം. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവരും 10 അടി മാറിയുന്നേ, മൂപ്പിനെ. അയ്യോ സാർ, ഇതെന്റെ അമ്മാവനാ. ഘാതകൻ ചിലപ്പോ അമ്മാവന്റെ വശത്തിലും വരാം. അങ്ങോട്ട് പറയുന്നേ, ഇങ്ങോട്ട് മാറിക്ക്. നിങ്ങൾ ഒറിജിനൽ അമ്മാവൻ തന്നെയാണല്ലോ? അതെ അതെ. ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ലല്ലോ? അയ്യോ അല്ല. എന്തൊക്കെയാണ് ഇത്? ഇതൊക്കെ സുരക്ഷാ ഏർപ്പാടുകളുടെ ഭാഗമല്ലേ? എന്റെ സുരക്ഷിതത്വമാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അമ്മാവ? നില്ലേ അകത്തേക്ക് പോകാൻ പറ്റട്ടെ. അതിനു മുമ്പ് ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് പോയാൽ മതി. എവിടെയാണ് ബെഡ്റൂം? വരൂ. വേണ്ട വേണ്ട, നിങ്ങളിവിടെ നിന്നാ മതി. ഈ മുറിയിൽ ഇത്രയും ജനലിന്റെ ആവശ്യമില്ല. കാറ്റും വെളിച്ചും കിടക്കാൻ ഒരെണ്ണം മതി. ബാക്കി 2 എണ്ണം ഭിത്തിയേറ്റി അടച്ചേക്കണം. എന്താണിത്? ഡോറ്. അതെനിക്ക് മനസ്സിലായി. അകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ഒരൊറ്റ വാതിൽ മതി. ഇത് സീൽ ചെയ്തേക്കണം. പറയുമ്പോ ഞാൻ പറയാണെന്ന് തോന്നരുത്. ഞാൻ പലരുടെ കൂടി പ്രൊട്ടക്ഷൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മുറിയില് ഞാൻ താമസിച്ചിട്ടില്ല. ഇതെന്താ കാലി തൊഴുത്ത? ഈ മുറിക്ക് സെക്യൂരിറ്റി അല്പം കുറവാണ്. എല്ലാം ഞാൻ ശരിയാക്കാം. ഒരു 2 ദിവസം കൂടി എനിക്ക് തരണം. ആ 2 ദിവസം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ജലപാനം കഴിച്ചിട്ടില്ല. എവിടെയാണ് ആഹാരം കഴിക്കുന്ന മുറി? വരണം സാർ. ആദ്യം ഭക്ഷണം, പിന്നെ വിശ്രമം, അത് കഴിഞ്ഞ് മതി ഡ്യൂട്ടി. ഒന്നൊരു പ്രശ്നമല്ല. അച്ചായനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി ഒരു അബദ്ധം പറ്റാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ നോക്കിയതൊക്കെ മതി മക്കളെ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അവൻ ഇടിവെട്ടി ചത്താലും നാട്ടുകാർ പറയും അച്ചായനത് ജയിച്ചെന്ന്. അതുകൊണ്ട് അവരൊരു കുഴപ്പം വരാതിരിക്കേണ്ടത് തൽക്കാലം നമ്മുടെ ഒരു ആവശ്യമാണ്. മുകളിലിരിക്കുന്ന ഒരാള് കഷ്ടപ്പെട്ട് അരിച്ചു കുണിച്ച് ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് അത് തെറ്റിക്കണോ? വേണ്ട. കാലം ഒത്തു വരുമ്പം കർത്താവ് തന്നെ വിളിച്ചു പറയും, മകനെ നീ അത് ചെയ്തേരേന്ന്. അതുവരെ ക്ഷമിച്ചിരിക്ക. അതല്ലേ കുഞ്ഞ് അതിന്റെ ഒരു ശരി അല്ലേ? ആ പിന്നെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ പോലീസ് ഫാമിലിയാ. എന്റെ വല്യമാവൻ മലപ്പുറത്ത് അങ്ങാടിയിൽ SI ആയിരുന്ന സമയത്ത്. SI ഇന്നലെ പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന്. അല്ല, പുള്ളി പിന്നീട് SI ആയി. ആ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
അന്ന് അവിടെ മൊയ്തീൻ കുട്ടി എന്നൊരു കേടി ഉണ്ടായിരുന്നു. നഖത്തിനിടയിൽ ആണിയടിച്ച കഥയല്ലേ? അതെ. അതെനിക്ക് കാണാപ്പാടാ. എങ്ങനെ അറിയാം? ആശുപത്രിയിൽ വെച്ച് അരമണിക്കൂർ ഇടവിട്ട് മരുന്ന് തരുന്ന പോലെ പറഞ്ഞോണ്ടിരുന്ന കഥയല്ലേ? അപ്പൊ ഞാനത് പറഞ്ഞല്ലേ? എന്നാ ഞാൻ വേറൊന്ന് പറയാം. ഞാൻ SPF-ലായിരിക്കുമ്പോ, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലായിരിക്കുമ്പോ, ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരു VIP-ക്ക് സാറ് പ്രൊട്ടക്ഷന് പോയപ്പോ ഒരു ഉഗ്രവാദി വന്ന് സാറിനെ കണ്ട് പേടിച്ചോടിയ കഥയല്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. അതല്ല, ആശുപത്രിയിൽ വെച്ചൊരു 3-4 പ്രാവശ്യം സാറ് നിർത്ത്. ഊണ് റെഡി ആയെന്ന് തോന്നുന്നു. അച്ഛനവിടെ കാത്തിരിക്കും. വാ അമ്മുക്കുട്ടി, പീടികയിൽ നിന്നും നല്ല പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ വാങ്ങി കഴിക്കണം, എങ്കിലേ തടിച്ചു കൊഴുക്കും. ആര്? പശുക്കിടാവിന്റെ. വിജയനോ മറ്റോ വന്നാ ഞാൻ ആ കവലെ കാണുമെന്ന് പറഞ്ഞത്. അകത്തു പോ, അകത്തു പോ. അല്ലേ? കുട്ടിയോടല്ല, കുട്ടി അകത്തേക്ക് പൊക്കോളൂ. എങ്ങോട്ടാ? ഒന്ന് പുറത്തോട്ട് പോണം. അങ്ങനെ ചാടിക്കേറി ഒന്നും പുറത്തു പോകാൻ പറ്റില്ല. ഓരോ ദിവസവും പോകുന്ന സ്ഥലങ്ങളുടെ പേരും സന്ദർശന സമയവും മുൻകൂട്ടി ഞങ്ങൾ അറിയിച്ചിരിക്കണം. ഓരോ സ്ഥലത്തും സുരക്ഷിത ഏർപ്പാടുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അങ്ങോട്ട് പോകാവൂ. ദേ, എവിടെ പോണം, എങ്ങോട്ട് പോണം, എപ്പ പോണം എന്നൊക്കെ തീരുമാനിക്കേണ്ടവൻ ഞാനാ. സാറന്മാരും മിണ്ടാതെ കൂടെ വന്നാ മതി. കൂടുതൽ ഭരണമൊന്നും വേണ്ട. നിങ്ങൾക്കത് പറയാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്. ഓക്കെ? ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് പോകുന്ന എന്താ നിങ്ങളുടെ സഹായം? കുഴപ്പമുണ്ടായാലോ? അവിടെ വന്ന് രക്ഷിക്കണം. അതിനാണ് പ്രൊട്ടക്ഷൻ. ആ ജോലി അങ്ങ് ചെയ്താൽ മതി. ഈ പ്രോഗ്രാമും ചാർട്ടും ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രണ്ടുപേരും യൂണിഫോം ഇട്ട് റെഡി ആയിന്നോണം. ഓക്കെ? എന്നാ പിന്നെ പുള്ളി പറഞ്ഞ പോലെ അല്ലേ? എടോ തൊപ്പി തെറിക്കും. ഇന്ത്യാവും പോണു. വാ. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഈ പറമ്പിലൂടെ കടന്നാലും അപ്പുറത്തേക്ക് പോകാമല്ലോ. പോകാം, പക്ഷെ ഇതിലേ പോകുന്നതാണ് എനിക്ക് സൗകര്യം. അതിലേ പോകുന്നതാണ് ഞങ്ങൾക്ക് സൗകര്യം. എന്നാ നിങ്ങൾ അതിലേ പറ്റോ, ഞാൻ ഇതിലേ പറ്റോളാം. എടോ, ഞങ്ങളുടെ ഷൂസും പാന്റും ഒക്കെ വെള്ളം. അതൊക്കെ നിങ്ങളുടെ കാര്യം. എന്ത് ചേർത്താൻ വെള്ളം നിർത്തിക്കല്ലേ? ആളുകൾ വേണ്ട, ഞങ്ങൾ വെള്ളം ഉണങ്ങി വരും. ഇതെന്താ കാണിക്കുന്നത്? കൊരങ്ങനാ? അയ്യോ, ചാക്കോ സാറിനെ കൊരങ്ങാന്ന് വിളിക്കില്ലേ? കേട്ടോ ചേട്ടാ, ഇതെവിടെ തേങ്ങയൊക്കെ ആയിട്ട്? അല്ല വിശ്വനാഥ, ഇതെന്ത് പറ്റി? ചേട്ടൻ ഈ നാട്ടിലൊന്നും അല്ലേ? ഇവിടുത്തെ സംഭവ വികാസങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചേട്ടൻ വിചാരിക്കുന്ന പോലെ കേസും വഴക്കൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായവർ. ഞാൻ എവിടെ പോയാലും ഇവറ്റകൾ എന്റെ കൂടെ കാണും. അതാണ് റൂൾ, അല്ലേ? ഉത്കണ്ഠം പിള്ളക്കൊക്കെ സുഖം തന്നെ അല്ലേ? സുഖം തന്നെ. ആ, ഉത്കണ്ഠം പിള്ളയോടും കൂട്ടുകാരോടൊന്നും ചേട്ടൻ ചെന്ന് പറയണ്ട. ഞാനിങ്ങനെ 2 പോലീസുകാർ അപ്പുറം അപ്പുറമായിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്, വലിയ നിലയിലാണ്, വലിയ പത്രാസിലാണെന്നൊക്കെ. അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പൊങ്ങച്ചാണെന്ന് വിചാരിക്കും, അല്ലേ? പിന്നെ അത് മതി കണ്ണുകടി അസൂയും ഒക്കെ. ചേട്ടൻ ചെല്ലി ചെല്ലി. അയ്യോ, പോവാം. വല്ല സിഗരറ്റോ ബീഡിയോ വല്ലോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. റോഡിലെങ്ങും ഒറ്റ ഒരുത്തനെയും കാണാനില്ല. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായല്ലേ? വലിയ വിളച്ചിലൊന്നും വേണ്ട. ഈ കാക്കിക്കുപ്പായക്കാരൊക്കെ വലിയ മണ്ടന്മാരാണെന്ന് മനസ്സിൽ എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദേ, പോലീസുകാരനാ, കാര്യസ്ഥനല്ല. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല. അയ്യോ, ലൈബ്രറി അടച്ചാണ്. അയ്യോ, ബുക്ക് എടുക്കാൻ മറന്നുപോയി. ചാക്കോ, ഞാൻ ജോലി രാജിവെക്കാൻ പോകട്ടോ? അല്ലെങ്കിൽ നാളെ പോവാ. അയ്യോ, വേറൊരു കാര്യം മറന്നുപോയി. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താ ഇത്? കുറച്ചു ദൂരം നടക്കുക, പിന്നെ പെട്ടെന്ന് ഓടുക, പെട്ടെന്ന് നിൽക്കുക. നടപ്പിന്റെ വേഗതയും ദൂരവും കൃത്യമായി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതൊക്കെ എങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ വെക്കുന്നത്? ഞാൻ എവിടെ പോയാലും ശരി എന്റെ കൂടെ നിൽക്കണം എന്നുള്ളതല്ലേ ഡ്യൂട്ടി. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെനിക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാ? നഖത്ത് മുട്ട് സൂചിയായിട്ട് ഈ ചെക്കൻ നേരെയാവില്ല കേട്ടോ. നഖത്തിലല്ല സാറേ. എങ്ങനെയൊക്കെ ഉണ്ട് കച്ചവടം? ഒരു വിൽസുക തീപ്പൊട്ടി. വല്ല കപ്പലിന്റെ മുട്ടായോ മിസ്റ്റർ വല്ലതും വേണോ? ഒന്നും വേണ്ട. അപ്പൊ പറ്റില്ല. ഓ, ആ സുഖം തന്നെയല്ലേ? അയ്യോ, അമ്മ ഇല്ലേ? ഇല്ല. മൈ ഗോഡ്, ഇല്ലേ? അമ്മാവൻ വരുമ്പം പറഞ്ഞേരെ, ഞാനിങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വന്ന് അന്വേഷിച്ചിട്ട് പോയെന്ന്. ഓക്കെ? ഓ, അമ്മാവന്റെ കടയാണ്. ഹലോ ചേട്ടോ, എന്താ വിഷയം? ഇരി ഇരി. ഇവര് കുഴപ്പക്കാരൊന്നുമല്ല. എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചിരിക്കുന്ന 24 അവേഴ്സും എന്റെ കൂടെ തന്നെ കാണും. അപ്പൊ വരട്ടെ, പോവാം.
ഒന്നുമില്ല, ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അന്ന് വണ്ടി ഇടിച്ചെന്നെ കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളും ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. ഞാനിവിടെ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ വന്നതാണോ എന്നൊരു ഡൗട്ട്. ഒന്ന് സെർച്ച് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. വരട്ടെ. ചാക്കോ. യെസ് സർ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം. നിങ്ങളുടെ ദേഹപരിശോധന നടത്തണം. ഞാനൊരു ജനപ്രതിനിധിയാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. അങ്ങനെയാണെങ്കിൽ ജുബ്ബൂര്. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ജുബ്ബ ഉരുളോ. അടിയിൽ വലിയിട്ടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ മുണ്ടായിട്ടുണ്ട് കേട്ടോ. ആ, അരയിൽ തപ്പ്, അരയിൽ തപ്പ്. കൈപൊക്ക്, കൈപൊക്ക്. കൈപൊക്ക്. അരകുലുക്ക്, അരകുലുക്ക്. ചാട്, ചാട്. അണ്ണാൻ ചാടവളെ ചാട്. അങ്ങനെ ഒന്ന് വട്ടം കറങ്ങ. ഓഹോ, പഞ്ചായത്ത് മെമ്പർ ആകാൻ പറ്റാത്തതിന്റെ വൈരാഗ്യം ഇങ്ങനെയൊക്കെ തീർക്കല് അല്ലേ? പിള്ളച്ചേട്ടൻ ആകെ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇവരെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമല്ലേ? ദേ, ഇത് നമ്മുടെ സ്വന്തം ആളാണ്. മേലിൽ ചെക്ക് ചെയ്യരുത്. ചേട്ടൻ വയ്ക്കോ, വയ്ക്കോ. പോവാം.